ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഷാമോൾ സജി. ഞാൻ എറണാകുളം ഡിസ്ട്രിക്ട് കടമറ്റത്തു നിന്ന് വരുന്നു. ഞാൻ ആക്ച്വലി MSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തതാണ്. BSc നഴ്സിംഗ് കഴിഞ്ഞ് 13 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷമാണ് ഞാൻ MSc നഴ്സിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാനും എക്സാം എഴുതുന്നതിനും പ്രസൻറ്റേഷൻ പഠിക്കുന്നതിന് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒത്തിരി ഡിഫിക്കൽട്ടായിരുന്നു. അതുകൂടാതെ എനിക്ക് 2 മക്കളുണ്ട്, കുടുംബം പോകണം. ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണെങ്കിലും എല്ലാം നടന്നു പോകാൻ ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരു സമയമായിരുന്നു എൻ്റെ MSc നഴ്സിംഗ് പഠിത്തകാലം എന്ന് പറയുന്നത്. അപ്പോൾ കൃപാസനത്തെപ്പറ്റി ഞാൻ അറിയുന്നത് എൻ്റെ ചാച്ചനും അമ്മച്ചിയും വഴിയാണ്. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുവാണല്ലോ, നീ അമ്മോട് പ്രാർത്ഥിക്കുക, കൃപാസനം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക എന്നും പറഞ്ഞ് എനിക്ക് പത്രമൊക്കെ എടുത്തു തന്നു. പക്ഷെ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, എനിക്ക് ഈ പത്രമൊന്നും വായിക്കാൻ സമയമില്ല, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡുമൊത്ത് ഞാൻ തിരിച്ചു പോന്നപ്പോൾ ഞാൻ കാറിലിരുന്ന് പറഞ്ഞു, ഇതൊക്കെ വെറും തട്ടിപ്പാ, ചുമ്മാ ഇങ്ങനെ ഓരോ പത്രമൊക്കെ ആയിട്ട് നമ്മൾ എത്ര കേൾക്കുന്നു, ഇത് വെറും തട്ടിപ്പാണ് എന്നൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ എക്സാം നടന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു, ഒരുപാട് ഉറങ്ങാതിരുന്ന് ഞാൻ പഠിക്കും. കാരണം ഇത്രയും പ്രായമായിട്ട് പഠിക്കാനായിട്ട് ചെന്നേക്കുന്നതാണ്. ഒരിക്കലും മാർക്കൊന്നും കുറയരുത്, ഫെയിലാവരുത്, ഒക്കെ ഒത്തിരി മോശമാണ്. അപ്പോൾ ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ഫസ്റ്റ് സെക്ഷനിൽ എക്സാം എൻ്റെ എഴുതി, ഒന്നും എഴുതിയില്ല, ഒന്നും എഴുതാൻ പറ്റിയില്ല, ഒന്നും സ്പീഡൊന്നും കിട്ടുന്നില്ല. ഒത്തിരി സങ്കടമായിരുന്നു, ഒത്തിരി ഡിപ്രഷനായിരുന്നു എനിക്ക്. അന്ന് എൻ്റെ ചാച്ചൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ പപ്പ. പക്ഷേ ഞാൻ ചാച്ചൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല, എനിക്കൊന്നും ചാച്ചനോട് സംസാരിക്കാനില്ലായിരുന്നു. ഭയങ്കര ഡിപ്രഷനിലായിരുന്നു ഞാൻ. പിറ്റേ ദിവസം രാവിലെ ഒരു 6:30 ഒക്കെ ആയപ്പോഴേക്കും എൻ്റെ ചാച്ചൻ എൻ്റെ വീട്ടിൽ വന്നു. കൃപാസനത്തിന് അമ്മയുടെ കാശുരൂപമായിട്ടാണ് എൻ്റെ ചാച്ചൻ എൻ്റെ വീട്ടിൽ വന്നത്. മോളിത് വെച്ച് പ്രാർത്ഥിക്കുക, പത്രവും കൊണ്ടുവന്നായിരുന്നു. മോളിത് വെച്ച് പ്രാർത്ഥിക്കുക, നിനക്ക് ഇത് നന്നായിട്ട് തന്നെ മുൻപോട്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് കൃപാസനം അമ്മയോടോ ഒന്നും അത്രയ്ക്ക് വിശ്വാസമല്ല. പക്ഷേ ചാച്ചൻ്റെ വിശ്വാസം കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഞാനന്ന് ഒത്തിരി ഇരുന്ന് കരഞ്ഞു. പിന്നെ ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ കൃപാസനം മാതാവ് അങ്ങനെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഞാൻ അന്ന് ചാച്ചന് വേണ്ടി, എൻ്റെ അമ്മച്ചിക്കും ചാച്ചനും വേണ്ടിയിട്ട് ഞാൻ കാശുരൂപം മാലയിലിട്ടു, പത്രമൊക്കെ വായിച്ചു, പ്രാർത്ഥിക്കാനായിട്ടൊക്കെ തുടങ്ങി. പക്ഷേ അതോടുകൂടി എനിക്കൊരു കോൺഫിഡൻസ് ലെവൽ എൻ്റെ കൂടാൻ തുടങ്ങി. എനിക്ക് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി, എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ എക്സാം കംപ്ലീറ്റ് ചെയ്തു. MSc ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞപ്പോൾ ചാച്ചനും അമ്മച്ചിയും പറഞ്ഞു, നീ കൃപാസനം പള്ളിയിലൊന്ന് അവിടെ ഒന്ന് പോ, അപ്പോൾ മനസ്സിനൊരു സ്വസ്ഥത കിട്ടും, നിനക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നല്ലപോലെ ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ചാച്ചനും അമ്മച്ചിക്കും വേണ്ടി മാത്രം ഞാനിവിടെ പള്ളി വന്നു. അന്ന് നമ്മുടെ കോവിഡ് കാരണം ഇത് അടച്ചേക്കുമായിരുന്നു. എങ്കിലും മാതാവിനെ ഞാനൊന്ന് പരീക്ഷിച്ചിട്ടാണ് പോയത്. മാതാവിനോട് പറഞ്ഞു, എൻ്റെ വിശ്വാസം കൂട്ടണം, എനിക്ക് എന്തെങ്കിലും ഒരു കണ്ണി കാണിച്ചു തന്നെ എങ്കിൽ ഞാൻ വിശ്വസിക്കാം എന്നും പറഞ്ഞ് മാതാവിനെ ഒരു പരീക്ഷിച്ചിട്ട് തന്നെ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞിട്ട് പോയി. സെക്കൻഡ് ഇയർ ക്ലാസ് നടക്കുന്നു. ഭയങ്കര പഠിത്തം, ഒന്നിനും പ്രാർത്ഥിക്കണ പോലുമില്ല. ഡെയിലി ഉള്ള പ്രാർത്ഥന പോലും ഞാൻ ചെയ്യാറില്ലായിരുന്നു. അങ്ങനെ പഠിച്ച് എക്സാമായി കഴിഞ്ഞപ്പോൾ മറ്റേ എക്സാമൊക്കെ കുഴപ്പമില്ല. പക്ഷേ എൻ്റെ സ്പെഷ്യാലിറ്റി, എൻ്റെ സൈക്യാട്രി, മെൻ്റൽ ഹെൽത്താണ് എൻ്റെ സ്പെഷ്യാലിറ്റി എക്സാമിന് ഞാൻ ലൈബ്രറിയിലെ എല്ലാ ബുക്കും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എഴുതി പഠിച്ച വ്യക്തിയാണ്. ഒരുപാട് നന്നായി എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് എസ്സേ, 20 മാർക്കിൻ്റെ എസ്സേ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത BSc ലെവലിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഞാനത് നോക്കിയെന്ന് പറഞ്ഞാൽ എനിക്കറിയാം. പക്ഷേ 20 മാർക്കിന് എഴുതാനോ അതെങ്ങനെ 20 മാർക്കിൽ നമ്മൾ എഴുതി പിടിപ്പിക്കും, അതിനെപ്പറ്റി എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അതോടുകൂടി എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി. ഞാൻ ഭയങ്കര ടെൻസ്ഡായി, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. ആ ടെൻഷൻ എൻ്റെ ത്രൂ ഔട്ട് എല്ലാ ക്വസ്റ്റ്യനിലും അത് അഫക്റ്റ് ചെയ്തു. 100 മാർക്കിന് 3 hours കൊണ്ട് എഴുതി തീർക്കുക. MSc നഴ്സിംഗ് ചെയ്തവർക്കറിയാം, ഭയങ്കര കഷ്ടപ്പാട്. നല്ല പോലെ ഇരുന്ന് എഴുതണം, എങ്കിൽ മാത്രമാണ് അതിട്ട് എത്തിച്ചേരുകയുള്ളൂ. പക്ഷെ എല്ലാം തകർന്നു.
അപ്പോൾ ഞാൻ ആ എക്സാം ഹോളിൽ വീഴും എന്ന് വരെയായി, എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപമുണ്ട്, എൻ്റെ ചാച്ചനും അമ്മച്ചിയും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു ശക്തി എൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നുണ്ട്, എക്സാം നല്ലപോലെ എഴുത എന്നും പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് എഴുതിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ എക്സാം എഴുതി തീർത്തു. എക്സാം എഴുതി ഹോളിന് പുറത്തെത്തിയപ്പോൾ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. എൻ്റെ മാഡത്തിനെയൊക്കെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാനിതെന്തായാലും തോറ്റു പോകും. അപ്പം മാഡം പറഞ്ഞു, ഷാമോൾ ചുമ്മാ പറയുന്നത്, ഷാമോൾ തോക്കത്തൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയാം ഞാൻ എന്താ പേപ്പറിൽ എഴുതിയതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. വീട്ടിൽ ചെന്നിട്ടായാലും അപ്പോൾ ഹസ്ബൻഡായാലും ഇത്രയും 2 വർഷത്തെ ആ ടെൻഷൻ തീരാൻ പോവുകയാണല്ലോ, എക്സാമൊക്കെ കഴിഞ്ഞല്ലോ എന്നോർത്തിരുന്നപ്പോൾ ഞാൻ ഭയങ്കര ഡിപ്രഷൻ. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ഫെയിലായി, എനിക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ സൂയിസൈഡ് ചെയ്യുള്ളൂ, അങ്ങനെ വരെ ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഭയങ്കര വിഷമത്തിലിരിക്കുക, ഭയങ്കര ഡിപ്രഷനിൽ പോവുക. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് കോമ്പൻസേറ്ററി ഡ്യൂട്ടി നടക്കുവാണ്. അപ്പോൾ കോളേജിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഫോൺ എടുത്ത് യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ പ്രസംഗം, ജോസഫ് അച്ഛൻ്റെ പ്രസംഗം എൻ്റെ കണ്ണിൽ പെടുവാണ്. അങ്ങനെ ഞാൻ ആ പ്രസംഗം ഇരുന്ന് കേട്ടു. ഒരു മണിക്കൂർ ഇരുന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസം, ഒരു മനസ്സിനൊരു ശാന്തത കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ല പോലെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റി. അപ്പം ഞാൻ ഡെയിലി ഇരുന്ന് പിന്നെ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ തുടങ്ങി. അന്ന് വൈകിട്ട് ഞാൻ വീട്ടിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പോയി ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാനിങ്ങനെ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ശരിക്കും ഒരു മുല്ലപ്പൂവിൻ്റെ മണം പോലെ റൂമിൽ ഫീൽ ചെയ്തു. അപ്പം ഞാൻ പുറത്തൊക്കെ ചെന്ന് നോക്കി, വല്ല പൂത്തിട്ടുണ്ടോ എന്ന് നോക്കി. പക്ഷെ അതൊന്നും അല്ല. എനിക്കപ്പോൾ ബോധ്യമായി മാതാവ് എൻ്റെ കൂടെ തന്നെയുണ്ട് എന്നെനിക്ക് ബോധ്യമായി. അടുത്ത ദിവസം തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും നല്ലപോലെ ചെയ്തു. അതോടുകൂടി എൻ്റെ വിശ്വാസം, എൻ്റെ ആ പേടി, തോക്കുമെന്നുള്ള പേടി മാറിത്തുടങ്ങി. ഞാനല്ലെങ്കിൽ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു, കറക്റ്റ് 50 കിട്ടാൻ എത്ര വേണം എന്ന് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു. അത് കാൽക്കുലേറ്റ് ഒന്നും ചെയ്യാതെയായി. എനിക്ക് നല്ലതായിട്ട് ഒരു വിശ്വാസം, ഒരു പേടി മാറിക്കിട്ടി. എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് 76.76% ആയിരുന്നു. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് റാങ്കാണ് എനിക്ക് കിട്ടിയത്. കേരള യൂണിവേഴ്സിറ്റിയിൽ 4th റാങ്ക് ഉണ്ടായിരുന്നു. അത്രമാത്രം എനിക്ക് നല്ല ഉറപ്പാണ്. ഈവൻ ഞാൻ പോലും എൻ്റെ പേപ്പർ നോക്കിയാൽ ഞാൻ മാർക്ക് കൊടുക്കത്തില്ല. പക്ഷേ എനിക്ക് നല്ല ഉറപ്പാണ്, മാതാവാണ് എൻ്റെ പേപ്പർ നോക്കിയത്. അതിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അപ്പം ഞാൻ സൈക്യാട്രി ആയതുകൊണ്ട് തന്നെ അഡിക്ഷൻ വാർഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒത്തിരി പേരോട് എൻ്റെ സാക്ഷ്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഒരു കുഴപ്പവുമില്ല. പിന്നെ എനിക്കൊരു കോളേജിൽ ഞാൻ ജോലിക്ക് കയറി. അപ്പോൾ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ OET പഠിക്കാം എന്നുള്ള ഇതായിരുന്നു. അങ്ങനെ ഞാൻ MSc പഠിച്ചതോടുകൂടി ഞാൻ ഒത്തിരി ഫെഡപ്പ് ആയിരുന്നു. ഒത്തിരി നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും ടെൻഷൻ. അതിനെപ്പറ്റി ഞാൻ എപ്പോഴും പരാതിപ്പെടുമായിരുന്നു. എനിക്ക് മാത്രം ഒരിക്കലും ഈ പഠിത്തം തീരത്തില്ല. എൻ്റെ പേരൻസും ചാച്ചനും അമ്മച്ചിയും വന്നപ്പോഴൊക്കെ ഞാൻ അവരോട് അന്ന് ഒത്തിരി കംപ്ലൈൻറ്റ് പറഞ്ഞു, എനിക്ക് എപ്പോഴും ഈ പഠിത്തമുള്ളൂ. അവരൊക്കെ നിർബന്ധിച്ച് ഞാൻ OET പഠിക്കുക അടുത്തത്. അപ്പോൾ ഞാൻ അങ്ങനെ വിഷമിച്ചിരുന്ന് നെക്സ്റ്റ് ഡേയിൽ അച്ഛൻ്റെ പ്രസംഗം കേൾക്കുക. ജോസഫ് അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അച്ഛൻ പറയുക, എല്ലാവരും പറയും കുറേ കാലം പഠിച്ചിട്ടും ഇതെന്താ പഠിത്തം തീരത്തില്ലേ എന്ന് പലരും ചിന്തിക്കുക. അച്ഛൻ ആ പ്രസംഗത്തിൽ പറയുക. അപ്പം ഞാൻ ശരിക്കും അതിശയിച്ചു പോയി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ് അച്ഛനീ പറയുന്നത്. പക്ഷേ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമാണ് ആ അനുഗ്രഹം കിട്ടുന്നത്. അച്ഛന് 40 വയസ്സായപ്പോഴാണ് PhD ഒക്കെ എടുത്തത് എന്ന് അച്ഛൻ്റെ പ്രസംഗത്തിൽ പറയുക. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ, ഞാൻ ഇന്നലെ ആ പറഞ്ഞതിനുള്ള മറുപടിയാണല്ലോ അച്ഛൻ എനിക്ക് തന്നത് എന്ന് പറഞ്ഞു. പിന്നെ എന്ത് കാര്യത്തിലും ഞാനൊന്ന് മനസ്സിലൊരു വിശ്വാസം കുറഞ്ഞു പോയാൽ നെക്സ്റ്റ് ഡേ പ്രസംഗം കേൾക്കുമ്പോൾ അച്ഛൻ ആ പ്രസംഗത്തിൽ അത് പറഞ്ഞിരിക്കും, വിശ്വസ്തത നിങ്ങൾ കാത്തു സൂക്ഷിക്കണം, എങ്കിൽ വിശ്വാസം കൂടും എന്നൊക്കെ അച്ഛൻ പറഞ്ഞിരിക്കും. പിന്നെ ഞാൻ OET എക്സാം എഴുതി. OET എക്സാം റീഡിങ് ലിസണിങ് ഓക്കെ ആയിരുന്നു, എനിക്ക് പാട്ട് ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് അത്രയ്ക്ക് പേടി തോന്നിയില്ല. പക്ഷേ സ്പീക്കിംഗ് റൈറ്റിംഗ് ഞാൻ ഒത്തിരി മാച്ചാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അത് മൊത്തം നീറ്റ്നെസ്സൊക്കെ അതിൻ്റെ ഭാഗമാണല്ലോ, അത് മൊത്തം സ്കോർ പോകും എന്നെനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുപോലെ സ്പീക്കിങ്ങും എനിക്ക് നല്ലപോലെ ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു. ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അച്ഛൻ എന്നോട് അച്ഛൻ്റെ പ്രസംഗത്തിൻ്റെ രൂപത്തിൽ പറയുക, നിങ്ങളൊരു എക്സാം എഴുതി കഴിഞ്ഞാൽ അതിലൊരു ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ
നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ മെറിറ്റ് അവിടെ പോയി. ബൈ ഗ്രേസ് ആയിരിക്കും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നത്. നിങ്ങളുടെ ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങളവിടെ രക്ഷപ്പെടാൻ പോവുക. എനിക്ക് വിശ്വാസമായി ഞാൻ ഫെയിലാവില്ല എന്ന്. എനിക്ക് ഭയങ്കര വിശ്വാസമായി. കാരണം അച്ഛൻ എന്തൊക്കെ എന്നോട് പ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പം എനിക്കൊരു ടെൻഷനില്ല, എനിക്ക് ഫെയിലാകും എന്നുള്ളൊരു ടെൻഷനില്ലാതെയായി. എൻ്റെ മാർക്ക് എപ്പോഴും എനിക്ക് മാർക്ക് വരുന്ന സ്പീക്കിംഗ് 350, റൈറ്റിംഗ് 360. അങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ മാർക്ക് വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. സ്കോർ ഇതാണ് 350, 360 ഇതാണ് സ്കോർ എന്ന് എനിക്ക് വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എൻ്റെ റിസൾട്ട് വന്നു. സ്പീക്കിംഗ് 350 ആയിരുന്നു, റൈറ്റിംഗ് 360 ആയിരുന്നു. കറക്റ്റ് മാർക്കായിരുന്നു. എനിക്കിവിടെ ഉള്ളവരോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഞാൻ കൃപാസനത്തെ പൂജിച്ചുകൊണ്ട് നടന്ന വ്യക്തിയായിരുന്നു. ഈ പത്രം കൊടുക്കുമ്പോൾ ആൾക്കാർ എന്ത് എന്നെപ്പറ്റി വിചാരിക്കും എന്ന് വിചാരിച്ച വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഇന്ന് എനിക്ക് ഒരു വ്യക്തിയോടും ഞാൻ ഈ പത്രം കൊടുക്കുന്നു, കൃപാസനത്തിൽ പോകുന്നു, ഉടമ്പടി എടുക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് എനിക്കൊരു മടിയില്ല. കാരണം എനിക്ക് എല്ലാം തന്നത് എൻ്റെ മാതാവാണ്. ഈ കൃപാസനത്തിലെ അമ്മയാണ് എനിക്ക് തന്നത്. ഞാൻ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പറയുകയാണ്, നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഇനി എനിക്ക് CBT എക്സാം ഉണ്ട്, ഇൻ്റർവ്യൂ വരുന്നുണ്ട്. എനിക്കൊരു പേടിയില്ല. എൻ്റെ മാതാവ് എൻ്റെ കൂടെ തന്നെയുണ്ട്. എന്നെ കൂടെ കൈ പിടിച്ച് നടത്തും. ഞാൻ എന്ത് കാര്യം പറയുമ്പോഴും ചെയ്യുമ്പോഴും ഞാൻ അമ്മയോട് പറയും, അമ്മ എനിക്ക് വേണ്ടി സംസാരിക്കണേ, എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് വേണ്ടി സംസാരിക്കണേ, എനിക്ക് ധൈര്യം തന്നെ എന്ന് പറയും. കറക്റ്റ് എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്ന് എല്ലാം എനിക്ക് ചെയ്തു തരാറുണ്ട്. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഈശോയ്ക്കും മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് ബെറ്റീന. ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം ഓൺലൈൻ ഉടമ്പടിയാണ് എടുക്കുന്നത്. അതിനുശേഷം അത് കഴിഞ്ഞ വർഷമായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി ഇവിടെ വന്നെടുക്കുന്നത് 29 മാർച്ചിനാണ് 2025. അപ്പം എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ മമ്മി ഉടമ്പടിയിലായിരുന്നപ്പം എനിക്ക് വേണ്ടിയിട്ട് നേർന്നതാണ്. ഞാനൊരു ടൈപ്പ് 1 ഡയബറ്റിക്കാണ്. എന്ന് വെച്ചാൽ ഞാൻ 16-ാമത്തെ വയസ്സ് തൊട്ട് എനിക്ക് ഷുഗർ ഉള്ളതാണ്, ഡയബറ്റീസ് ഉള്ളതാണ്. അപ്പോൾ എനിക്ക് 3 നേരത്തോളം ഇൻസുലിൻ കുത്തണം. എന്നിട്ട് എൻ്റെ ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ ഷുഗേഴ്സാണ്. ഹൈയും ആവും ലോവും ആവും, ഒരിക്കലും ഒരു കൺട്രോളിലല്ലാത്തൊരു ഇതാണ്. പിന്നെ എനിക്ക് അങ്ങനെ ഒരു സെൽഫ് കൺട്രോളും ഇല്ല. ഈ പറഞ്ഞ പോലെ എന്താ വെച്ചാൽ മധുരം അവോയ്ഡ് ചെയ്യാനോ അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഞാനതൊന്നും ഇത്ര ശ്രദ്ധിക്കാറില്ല. അപ്പം ഈ ഒരു കാരണം കൊണ്ട് തന്നെ എൻ്റെ മാരേജ് നടക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ 28 വയസ്സായി. ഒരു 2 വർഷത്തോളം നമ്മളിങ്ങനെ നോക്കി. അപ്പോൾ എനിക്ക് അലയൻസ് ഒന്നും വരുന്നില്ലായിരുന്നു. എന്ന് വെച്ചാൽ വരുന്നതെല്ലാം ഈ പറഞ്ഞ പോലെ എൻ്റെ ഈ ഷുഗറിൻ്റെ കാര്യം പറഞ്ഞ് പോവുമായിരുന്നു. അപ്പോൾ എൻ്റെ മമ്മി എനിക്ക് വേണ്ടി ഇത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മാരേജ് 28-ാമത്തെ വയസ്സിൽ നടന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ എൻ്റെ ഈ ഷുഗർ കാരണം ഈ കൺസെപ്ഷൻ ഡിലേ ആവും എന്നുള്ള ഒരു ഡൗട്ട് ഇങ്ങനെ റിലേറ്റീവ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന്, അപ്പം ആ ഒരു ഇഷ്യൂ കൂടെ വന്നപ്പം അതും മമ്മി കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാഞ്ഞിട്ട് ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു. എൻ്റെ മാരേജ് നടന്ന ആ മാസം തന്നെ ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞു, അമ്മേ എനിക്ക് നീ ഒരു കുഞ്ഞിനെ തരുവാണെങ്കിൽ, ഒരു പെങ്കൊച്ചാണെങ്കിൽ നിൻ്റെ പേര് ഞാൻ ഇടുമെന്ന്. അപ്പം എൻ്റെ ഈ ഷുഗർ ആ സമയത്തും അൺകൺട്രോൾഡ് ആയിരുന്നു. 400, 300, 500 അങ്ങനെ ഷുഗേഴ്സിൽ ഞാൻ കൺസീവായി. ആ രാത്രി തന്നെ കൺസീവായി എന്നാണ് ഏകദേശം ഡേറ്റ് വെച്ച് നോക്കിയാൽ മനസ്സിലാവുക. അപ്പം എൻ്റെ മാരേജ് നടന്ന ആ വർഷം തന്നെ എനിക്ക് ഈശോ ഒരു മോളെ തന്ന് അനുഗ്രഹിച്ച് മാതാവിൻ്റെ മധ്യസ്ഥം വഴി, ഇതാണ് മേരി, അവളുടെ പേര് ഞാൻ മേരി എന്ന് തന്നെ ഇട്ട്. അപ്പോൾ അവൾക്ക് 4 വയസ്സുണ്ട്. അപ്പോൾ ഈ 2 സാക്ഷ്യത്തിന് പിന്നെയാണ് മമ്മി മരിച്ചു. ഈ എൻ്റെ മോളുടെ ബാപ്റ്റിസത്തിന് ഉണ്ടായിരുന്നില്ല. കോവിഡിന് മമ്മിക്ക് കോവിഡ് ബാധിച്ച് ന്യൂമോണിയായി മരിച്ചുപോയി. പക്ഷേ മമ്മി മരിച്ചതിന് ശേഷം എനിക്കും ചേച്ചിക്ക്, ഇതെൻ്റെ ചേച്ചിയാണ്, ചേച്ചി ഞാനും കൂടെ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ചേച്ചിയാണ് ആദ്യം പറഞ്ഞത് നമുക്കിങ്ങനെ എടുക്കാം. അത് കണ്ടിട്ട് എനിക്കും ഇങ്ങനെ ഒരു പ്രേരണ വന്ന്. അതിന് മുമ്പ് മമ്മി ഉടമ്പടിയിലായിരുന്നപ്പോൾ ഞാൻ ഇവിടെയൊക്കെ വരുമായിരുന്നു. ഫൈനലി ഇങ്ങനെയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലോട്ട് വരുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം അതിൻ്റെ അനുഗ്രഹമായിട്ട് ഈ പറഞ്ഞ നമുക്ക് മുംബൈയിലൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു വസയിൽ. അത് വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു കാരണമൊന്നുമില്ല, നല്ല ഫ്ലാറ്റ് എല്ലാം ഉണ്ട്. പക്ഷെ എന്തോ ഒരു തടസ്സം, അങ്ങനെ 1 വർഷമായിട്ട് ട്രൈ ചെയ്തിട്ടും വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ബട്ട് അത് ഈ ഉടമ്പടിയുടെ റിക്വസ്റ്റിൽ വെച്ചതിന് ശേഷം 1 വർഷം എടുത്തെങ്കിലും അത് വിറ്റുപോയി. അത് അത്ഭുതകരമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കാര്യങ്ങൾ നീങ്ങി വിറ്റു. അതിന് ശേഷം ഞാനിങ്ങനെ വേറൊരു വീടിന് വേണ്ടിയിട്ടും ഇങ്ങനെ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു. കോട്ടയത്താണ് നമ്മൾ സെറ്റിലാവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ കോട്ടയത്ത് എത്രയും വേഗം തന്നെ മാതാവ് ഒരു വീട് ശരിയാക്കി തന്നു. പക്ഷേ അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വച്ചിട്ടുണ്ടായിരുന്നു.
4 മുറിയുള്ള ഒരു വീട് തന്ന് അനുഗ്രഹിക്കുവാണെങ്കിൽ ഒരു മുറി പ്രാർത്ഥനാ മുറിയാക്കി മാറ്റുമെന്ന്. അപ്പോൾ എൻ്റെ പപ്പയുണ്ട് എൻ്റെ കൂടെ. അപ്പം നമ്മൾ വീട് നോക്കാൻ പോയപ്പോൾ ആദ്യം ഞാൻ വീടൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ പുതിയ വീട് നോട്ടമിട്ടാണ് നടക്കണേ. പക്ഷേ എൻ്റെ പപ്പയാണ് ആദ്യം വീട് കാണുന്നതും ഇത് മതിയെന്ന് പറഞ്ഞ് തീരുമാനം എടുത്ത് പ്രൊസീഡ് ചെയ്തപ്പം പിന്നെ ഞാൻ റിയലൈസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ വീടിന് 4 മുറിയുണ്ട്. ഒരു മുറി എക്സാക്റ്റ് ബാത്റൂം ഒന്നും അറ്റാച്ച്ഡ് അല്ല, കറക്റ്റ് പ്രാർത്ഥന മുറി ആക്കാൻ പാകത്തിനുള്ളൊരു മുറിയും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ എക്സാക്റ്റായിട്ട് അതുപോലെ ദൈവം ഉത്തരമായിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഈ വീട് തന്ന് അനുഗ്രഹിച്ചു. അപ്പം ഇതിലൊരു അടയാളം എന്ന് പറഞ്ഞ മാതാവ് തന്ന എന്നാന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ ഓൾറെഡി അവിടെ താമസിച്ചിരുന്ന വീട്ടുകാർ ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ അവിടെ ഉപ്പും മാതാവിൻ്റെ ഉപ്പും ഈ നമ്മുടെ പേപ്പേഴ്സ് ഇല്ലേ, കൃപാസനത്തിൻ്റെ പേപ്പേഴ്സൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു അവിടെ. അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത്. അപ്പം അത് മാത്രമല്ല, അവിടെ ചെന്നപ്പം ഓണർ കയ്യിൽ നമ്മുടെ കീ തരുമല്ലോ, അത് കൈമാറിയപ്പോഴത്തേലും അതിൽ ഓൾറെഡി കൃപാസന മാതാവിൻ്റെ ലോക്കറ്റാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് കിട്ടിയതാണ്. അതല്ലെങ്കിലും അങ്ങനെ തന്നെ, എന്നാലും നമുക്ക് ആ ഒരു അടയാളമായിട്ട് മാതാവ് തന്നു. അപ്പം ഈ 2 മെയിൻ സാക്ഷ്യങ്ങളാണ്, 3 മെയിൻ സാക്ഷ്യങ്ങൾ എൻ്റെ ലൈഫിൽ. അത് കൂടാഞ്ഞിട്ട് എൻ്റെ ജോലിയിൽ എനിക്കൊരു നോർമൽ ജോലി, ഞാൻ റിമോട്ട് വർക്ക് ഫ്രം ഹോം പ്രൊഫൈലാണ്, IT സപ്പോർട്ടാണ്. അപ്പോൾ അതിൽ എനിക്ക് അത്ര മികച്ച ഇൻക്രിമെൻ്റ് അങ്ങനെ എല്ലാ വർഷവും പ്രതീക്ഷിക്കാനില്ല. നോർമൽ ഒരു കമ്പനിയാണ്, സ്വീഡൻ ബേസ്ഡ് ആണെങ്കിലും. അപ്പം ഞാൻ അങ്ങനെ അധികമൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഒരു മെച്ചപ്പെട്ട സാലറി ഇങ്ങനെ റിക്വസ്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പ്രതീക്ഷിക്കാതെ എന്ത് പറ്റി, ഒരു ഒക്കേഷന് വേണ്ടിയിട്ട് ചേച്ചിയുടെ അവിടെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഷുഗർ ലോ ആയിട്ട് അഡ്മിറ്റ് ആയിപ്പോയി. പിന്നെ എൻ്റെ ഓഫീസിൽ ഇങ്ങനെ അറിയിച്ചു ഇങ്ങനെ ഇതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ബോസ് ഇങ്ങോട്ട് വന്ന് എന്നോട് ചോദിച്ച് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇൻസുലിൻ്റെ എത്രയാവും എല്ലാം കേട്ട് പെറുക്കി അവർ ഇങ്ങോട്ട് ഇൻസുലിൻ കവറേജ് തരാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചതിനും ഒരു വർഷത്തിൽ ഇരട്ടിയായിട്ടുള്ള ഹൈക്ക് എനിക്ക് കിട്ടി, ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം അതും എനിക്ക് ഇത് ഉടമ്പടി വഴി തന്നെ വന്ന അനുഗ്രഹമാണ്. പിന്നെ അത് കൂടാഞ്ഞിട്ട് എൻ്റെ സ്പിരിച്വൽ ഗ്രേസസ് എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ പൊറുക്കാൻ പാടായിരുന്നു. ഇങ്ങനെ കുത്തുവാക്കുകളൊക്കെ കേട്ടാൽ എനിക്ക് ക്ഷമിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പക്ഷേ അത് എനിക്ക് ക്ഷമിക്കാനുള്ള കൃപ കിട്ടി. പിന്നെ അതുകൂടാഞ്ഞിട്ട് എൻ്റെ പ്രാർത്ഥന ലൈഫിൽ എനിക്കിങ്ങനെ ഈശോയും മാതാവും ഗൈഡ് ചെയ്യുന്ന പോലെ ഫീലിംഗ് നേരത്തെ ഉണ്ടായിരുന്നു. ബട്ട് ഇത് ഉടമ്പടിയിൽ വന്നതോടുകൂടെ കൂടി. എൻ്റെ പപ്പ ഈ May 12 മരിച്ചത്. അപ്പം അതിന് ഒരു കുറച്ച് 6 മാസമൊക്കെ മുമ്പേ ഇങ്ങനെ സ്വപ്നത്തിലൂടെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു എന്താ ഇഷ്യൂ. ഡയഗ്നോസിസ് ആവുന്നതിന് മുമ്പേ പപ്പയുടെ നട്ടലിന് എന്തോ ഇഷ്യൂ ഉണ്ടെന്നുള്ളത് ഈശോ വെളിപ്പെടുത്തി. അങ്ങനെ ഒരുക്കി ആ സിറ്റുവേഷൻ എത്തിയപ്പോഴത്തേനും പിന്നെ പപ്പ ബെഡ് റിഡൻ ആയിരുന്നു. അപ്പോഴും പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നന്നായിട്ട് നോക്കി. ബട്ട് ഞാനും ചേച്ചിയും കൂടെ ബട്ട് ആ സമയത്തുമൊക്കെ മാതാവും ഈശോയും കൂടെ ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ ഒരു പ്രസൻസ് ഒരുപാട് ഫീൽ ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഉടമ്പടിയിൽ ദൈവം നല്ല രീതിയിൽ വിശ്വസ്തത പാലിച്ചു. ഞാൻ പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ മിടുക്കല്ല, ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ആ ഒരു വിശ്വസ്തത. പിന്നെ അതുകൊണ്ട് എനിക്ക് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഇന്ന് വന്നിട്ട്, അപ്പോൾ എനിക്ക് അത് നല്ല രീതിയിൽ ചെയ്യണമെന്നുള്ള ഒരു ഇത് കൂടിയിട്ടുണ്ട്. അപ്പം ഈ കുറവുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഈശോ അതൊന്നും ഗവനിക്കാതെ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ കാണുന്നവരോടൊക്കെ ഈശോയെപ്പറ്റി പറയും. എന്നുവെച്ചാൽ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ ഈ കൊച്ചിനെ കാണിച്ചുകൊണ്ട് ഞാൻ പറയാം എനിക്ക് ഇങ്ങനെ ഒരു മോളുണ്ടായി. കുട്ടികളില്ലാത്തവർ പലപ്പോഴും അറിയാതെ എന്നോട് ഇങ്ങനെ പറയും ഇത്ര വർഷമായിട്ടില്ല. അപ്പം ഞാനിങ്ങനെ പറയും എനിക്കൊരു മോളുണ്ട്, അവൾ ഇങ്ങനെ എനിക്കിങ്ങനെ രോഗാവസ്ഥയിലായിട്ടും എനിക്ക് ഈശോ ഇങ്ങനെ തന്നെ കൃപാസനം വന്നിട്ടാണെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയും. പിന്നെ അത് കൂടാഞ്ഞിട്ട് പത്രം വിതരണം ചെയ്യും. ബസ് സ്റ്റോപ്പിലും ചേച്ചിയുടെ കൂടെയൊക്കെ പോയിട്ട് ഇങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ മെഡിക്കൽ കോളേജ് അവിടെ ഇവിടെയൊക്കെ പോയി പത്രം കൊടുക്കും. പ്രാർത്ഥിച്ചിട്ട് ഈശോയെ നിന്നെ അറിയാൻ ഇടവരണേ, ഇവരും നിന്നിലേക്ക് തിരിയണേ എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അത് കൂടാഞ്ഞിട്ട് പറ്റുന്ന രീതിയിലൊക്കെ ഈ ഓർഫനേജസിലും ഓൾഡ് ഏജ് ഹോംസിലൊക്കെ ഡൊണേഷനൊക്കെ നടത്തി അങ്ങനെയൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഉടമ്പടിയിൽ. ചേച്ചിക്ക് കൈമാറും. ഞാൻ അവളുടെ ചേച്ചി, എൻ്റെ പേര് നിമ്മി. ഞാൻ പൂനെയിൽ സെറ്റിൽഡാണ്. അപ്പം ഉടമ്പടിയിലേക്ക് ഞാൻ വന്നത് എൻ്റെ മമ്മി മരിച്ചു കഴിഞ്ഞായിരുന്നു. അത് എനിക്ക് സ്വയം തോന്നിയതാണ് ഉടമ്പടി എടുക്കണമെന്നും. ഞാൻ സത്യം പറഞ്ഞാൽ ഉടമ്പടി എടുക്കണമെന്നല്ലായിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടി ഞാൻ
പ്രാർത്ഥനകൾ തുടങ്ങി. ഞാൻ രാവിലെ എഴുന്നേറ്റ്, അപ്പോൾ എനിക്കറിയാം മമ്മി 5:30 എഴുന്നേറ്റ് ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നപ്പം ഒരു ദിവസം പള്ളിയിലിരുന്നപ്പോൾ തന്നെ എന്നോട് പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞ്, എനിക്ക് കാതിൽ ജെൻറ്റിൽനെസ് അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫ്രൂട്ടാണ്, അതെൻ്റെ കാതിൽ വന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ദൈവം എന്നോട് പറയാം. എന്നിട്ട് ആ ഒരു ഇൻസ്പിറേഷനിൽ ആ ഒരു ഇതിൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പം ഒരു സ്ത്രീ അവിടെ പത്രം കൊടുക്കുന്നു. അങ്ങനെ എനിക്ക് പിന്നെ എന്നോട് പറഞ്ഞ് ആ പത്രം പോയി മേടിക്കാൻ. ഞാൻ ആ പത്രം അങ്ങനെ മേടിച്ച്, അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ഓൺലൈൻ ഉടമ്പടി അന്ന് എടുക്കുന്നത്. കാരണം ഞങ്ങൾക്ക് അന്നേരം നാട്ടിലേക്ക് വന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയല്ലായിരുന്നു. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു, അമ്മ ഇതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ എനിക്ക് പറഞ്ഞു തരണേ. ഞാൻ പ്രാർത്ഥന വഴിയൊക്കെ ഞാൻ കറക്റ്റായിട്ട് 5:30 എഴുന്നേറ്റൊക്കെ ചെയ്ത്. പക്ഷേ ഈ പത്രം കൊടുക്കുന്ന കാര്യം ഞാൻ ആലോചിച്ച്, എനിക്ക് പത്രം ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അന്ന് പള്ളിയിൽ പോയപ്പം അന്ന് തന്നെ ഞാൻ അറിയാത്ത ഏതോ ഒരാൾക്കാർ അവിടെ നിന്നിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് കൃപാസന പത്രം തന്ന്. അവർക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ അതവിടെ വെച്ചിട്ട്, അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടിയിലാണ്, എൻ്റെ തല്ലിൽ അത് ക്ലിക്കായില്ല, അത് മാതാവ് എൻ്റെ കയ്യിൽ തരുന്നതാണ് എനിക്ക് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത്. പക്ഷെ അവർ പോയി കഴിഞ്ഞാൽ ഞാൻ ഓർത്ത്, അയ്യോ ഇതെനിക്ക് കൊടുക്കാനായിട്ട് മാതാവ് കൈ തന്നത്. ഞാൻ തിരിച്ച് അവരുടെ അടുത്ത് പോയി ആ പത്രം മേടിച്ച് എന്നിട്ട് ഞാൻ അത് പോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വിസ് ബാങ്കിലായിരുന്നു. അവിടെ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുമായിരുന്നു. പക്ഷേ ഡ്യൂ ടു അറൗണ്ട് വളരെ ഇക്കണോമിക് ഫൈനാൻഷ്യൽ ഇറെഗുലാരിറ്റീസ് കണ്ടതുകൊണ്ട് ഞങ്ങളുടെ ആ ബാങ്ക് പൊളിഞ്ഞു. സോ അവരുടെ കമ്പറ്റീറ്റർ തന്നെ അവരെ എടുക്കുമായിരുന്നു, അവരെ അബ്സോർബ് ചെയ്യുമായിരുന്നു. അപ്പം ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ബാങ്ക് കോമ്പറ്റീറ്റേഴ്സാണ്, അവർക്ക് അവരുടെ ടീമുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെ ഇത്രയും ആൾക്കാരെ തിരിച്ചവർക്ക് എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ടെൻഷനിൽ എല്ലാവരും ജോലി തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് ജോലിയിൽ ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല, പുറത്തോട്ട് നോക്കിയിട്ട് ഒന്നും ക്ലിക്കാവുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്നും ഈ പ്രാർത്ഥനയിലും ഈ ഉടമ്പടി ധ്യാനം ഞാൻ കൂടും എല്ലാ ചൊവ്വാഴ്ചയും. ഞാനിത് ജസ്റ്റ് ഒരു റിക്വസ്റ്റ് ആയിട്ട് ഇട്ട്, കാരണം കൂടുതലും എനിക്ക് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ദൈവം എന്നാലും ഇതിനു വേണ്ടി എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ചൊവ്വാഴ്ച ഈ റിക്രൂട്ടർ എന്നെ വിളിക്കുന്നതും. ഞാൻ ചെയ്തിരുന്ന പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടെക്നിക്കൽ ലൈനിൽ ബിസിനസ് അനലിസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കൂടുതലും ഫങ്ഷണലിലേക്ക് മാറിയായിരുന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു 8 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം ഈ പുതിയ റോൾ അവർക്ക് വന്നത് പൂർണ്ണമായും ടെക്നിക്കലായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി ഫീൽഡിലായിരുന്നു. അപ്പം എനിക്ക് ലിങ്ക് പോയിട്ട് കുറേ നാളായി. ഇപ്പോൾ ഇത് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അതിൽ അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പം ഞാൻ ഇച്ചിരി ടെൻഷനായി. ഞാൻ തന്നെ അവരോട് പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതിന് ഫിറ്റ് ആവുമെന്ന്. പക്ഷേ ഈ റിക്രൂട്ടർ തന്നെ എന്നോട് പറയാൻ നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാം. അവർ ഇനീഷ്യേറ്റ് ചെയ്തു. എല്ലാ ഒറ്റ ഇൻ്റർവ്യൂ അല്ലായിരുന്നു, പല റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇൻ്റർവ്യൂ എല്ലാം നടന്നത് ചൊവ്വാഴ്ചകളിലായിരുന്നു. ഈ ചൊവ്വാഴ്ചകളിൽ ഈ ഇൻ്റർവ്യൂ നടക്കുകയും അവിടെ എനിക്കറിയാവുന്നത് മാത്രമേ അവരെന്നോട് ചോദിച്ചുള്ളൂ. എന്നിട്ട് അങ്ങനെ എനിക്ക് ഈ റോൾ കിട്ടുകയും ചെയ്തു. ഈ റോൾ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ എല്ലാവരും ട്രൈ ചെയ്യുന്നത് എന്തായിരുന്നു, ഈ പുതിയ കമ്പനിയിലേക്ക് അബ്സോൾവ് ആവാനായിട്ട്. പക്ഷേ ഇതിൽ എനിക്ക് മാത്രം വ്യത്യസ്തമായിട്ട് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു പെർമനൻറ്റ് പൊസിഷനാണ് തന്നത്. ഇപ്പോഴും ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ പലരും വന്നവർ ഇപ്പോഴും കോൺട്രാക്ടേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെ എനിക്ക് വലിയൊരു സാക്ഷിയാണ്. ഭൗതികമായിട്ട് ഞാൻ പറയാം, ആത്മീയമായി എന്നെ ദൈവം ഒരുപാട് വളർത്തിയിട്ടുണ്ട് ഈ ഉടമ്പടിയിലൂടെ. വളർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കര പ്രേരണയുണ്ടായത്. എനിക്ക് ഈ പിള്ളേരെ പഠിപ്പിക്കണം, ഈശോയെ പറ്റി പഠിപ്പിക്കണമെന്ന്. പക്ഷെ അപ്പം ഞാൻ അന്നേരം എൻ്റെ ഇടവക പള്ളിയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോഴും എനിക്കിങ്ങനെ മാതാവിൻ്റെ സ്വരം കേൾക്കും. ഇപ്പം ഞാൻ എന്ത് ചാരിറ്റി ചെയ്യണമെങ്കിലും അവിടെയും മാതാവ് എന്നോട് പറയും ഇങ്ങനെ ചെയ്യ്, ഓരോ ആഴ്ചയിലും ഇവിടെ പോ. ഇതൊക്കെ എനിക്ക് ആ രീതിയിലാണ് ഞാൻ എൻ്റെ എല്ലാ ഈ ബീറ്റ് ചാരിറ്റി വർക്ക്, ഈവൻ പത്രം കൊടുക്കുന്നതും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അവിടെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാനായിരുന്നു. അങ്ങനെ ഞാൻ 6 മാസം മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹെഡ് ചർച്ചും ഇത് വേറൊരു ചർച്ചും അതിൻ്റെ തന്നെ ഭാഗമായിരുന്നു. അവിടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കാറ്റഗിസം ടീച്ചറിനെ ആവശ്യമുണ്ടെന്നും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ദൈവം എനിക്ക് ഓപ്പണിംഗ് തുറന്നു തന്നു. അങ്ങനെ ഞാൻ അവിടെ പിള്ളേരെ വേദപാഠം പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. ഞാൻ എപ്പോഴും ഈ പ്രാർത്ഥനയിൽ ഈ പിള്ളേരെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് 2ാം ക്ലാസ്സിലെ പിള്ളേരെയാണ് കിട്ടിയത്. അവിടെ ഒരുപാട് പിള്ളേർക്ക് പള്ളിയിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ.
അവർക്ക് മാസ് കുർബാനയിൽ ഭയങ്കര ബോർഡം വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഈ പിള്ളേരെയൊക്കെ ഞാൻ എന്നിട്ട് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന ഒരു സ്റ്റേജും അല്ല. അപ്പം ഞാൻ ഇവരെ സ്ലോലി മാതാവിൻ്റെ അടുത്ത് പറഞ്ഞയക്കും, അവർക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ അവിടെ ഞാൻ കുറച്ച് മിറക്കിൾസ് കണ്ട്, അവരിൽ മാറ്റം കണ്ട്. ആ മാതാപിതാക്കൾ സ്വയം എന്നോട് വന്ന് പറഞ്ഞു, പിള്ളേർക്ക് ഞായറാഴ്ച വേദപാഠത്തിന് വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടെന്ന്. അപ്പം ഞാൻ അതൊക്കെ ഈശോയോട് ഒരുപാട് ഈ കാര്യത്തിനായി നന്ദി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വർഷം ഞാൻ ചെന്നപ്പം ഈശോ എന്നെ എട്ടാം ക്ലാസ്സിൽ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട്, എന്ന് വെച്ചാൽ കോൺഫർമേഷൻ സ്വീകരിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കാനായിട്ടാണ് എന്നെ വെച്ചത്. അതിന് ഞാൻ ദൈവത്തോട് കോടാനുകൂടി നന്ദി. അതിന് ദൈവം എന്നെ ഓരോ പ്രാവശ്യവും എന്ത് പഠിപ്പിക്കണമെന്നും അവർക്ക് എന്താണോ ആവശ്യം ഓരോ കുട്ടികളെയും ദൈവം കാണിച്ചിട്ട് എന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ എന്നെ ആത്മീയമായി ഒരുപാട് വളർത്തിയ ദൈവത്തിന് കോടാനുകൂടി നന്ദി. അതേപോലെ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ അതൊക്കെ മാതാവ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതാണ്. കാരണം എൻ്റെ കലീഗ് ഓഫീസിലും എന്നെ സ്വപ്നത്തിൽ കാണിക്കും, അപ്പോൾ ഇവളോട് കൊടുക്കണമെന്ന്. അപ്പോൾ എനിക്ക് ടെൻഷനാണ്. കാരണം മറ്റ് മതസ്ഥരായവരോട് ഞാൻ ഇങ്ങനെ ഇത് പറഞ്ഞാൽ, അതും ഓഫീസിലിരുന്ന് പറഞ്ഞാലോ. പക്ഷേ അവിടെ പിന്നെയും എനിക്ക് ഇങ്ങനെ ഈ പ്രേരണ വരുമ്പോൾ ഞാനത് ഇതുപോലെ എൻ്റെ ഒരു കലീഗിനോട് പറഞ്ഞ്, അപ്പോൾ എനിക്ക് മനസ്സിലായി അവൾ മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണായിരുന്നു. അവൾക്ക് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവൾക്ക് ഞാൻ ഈ പത്രം കൊടുക്കുകയും ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴും അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥന ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ വ്യക്തിയെയും മാതാവ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഈശോയെ പറ്റി പറയാനായിട്ടും എന്നെ അവസരം തന്നിട്ടുണ്ട്. അതിന് ഞാൻ ഈശോയ്ക്ക് കോടാനുകൂടി നന്ദി. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ എനിക്ക് ഇപ്പോൾ ഈ മിഷനറീസ് ഓഫ് ചാരിറ്റി ഉണ്ട്, അവിടെ പോയി അവിടുത്തെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞ് അങ്ങനെ. സോ അവർ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള സ്ത്രീകളാണ്. അവരുടെ നഖം വെട്ടിക്കൊടുക്കുക, അവർക്ക് തുണി കഴുകി കൊടുക്കുക, ഇങ്ങനെ മീനിങ് ഞാൻ മോണിറ്ററി ഹെൽപ്പ് ചെയ്യുമായിരുന്നു, സംഭാവനകൾ ചെയ്യുമായിരുന്നു. പക്ഷെ അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ കൂടുതലാണ് മാതാവ് ആഗ്രഹിക്കുന്നതും ദൈവം ഈശോ ആഗ്രഹിക്കുന്നത് ഇതിൽ കൂടുതലാണ്. അപ്പോൾ ഞാൻ അവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ എന്നെ വളർത്തിയതിൻ്റെ ദൈവത്തിന് കോടാനുകൂടി നന്ദി. ഏശയ്യാ 41:10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ബെത്തീന സൈമൺ ഇപ്പം നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് ടൈപ്പ് 1 ഡയബറ്റിക് ഉണ്ടായിട്ടും കൺസീവ് ചെയ്യാനും പറ്റി, അതുപോലെ ഒരു കോംപ്ലിക്കേഷൻസും കൂടാതെ നോർമലായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റിയ ആ കുഞ്ഞിനെ. അതുപോലെ തന്നെ അവർക്ക് ഒരു പ്രോപ്പർട്ടി സെല്ല് ചെയ്യാനുണ്ടായിരുന്നു, അതും മാതാവ് അനുഗ്രഹിച്ച് സെല്ല് ചെയ്യാൻ സാധിച്ചു. അതുപോലെ അവരുടെ ആഗ്രഹം അനുസരിച്ച് 4 BHK ഒരു വീടും അവർക്ക് മാതാവ് നൽകി. അതുപോലെ തന്നെ നിമ്മി ഇപ്പം നമ്മളോട് പറഞ്ഞത് ഒരു മെറിറ്റും ഇല്ലായിരുന്നു, അതുപോലെ 8 ഇയേഴ്സിൻ്റെ കരിയർ ഗ്യാപ്പ് ഉണ്ടായിട്ടും മാതാവ് അവരെ ഒരു പെർമനൻറ്റ് ജോബ് നൽകി സഹായിച്ചു. പരിശുദ്ധ അമ്മയോട് നമുക്ക് കുറേ കാര്യങ്ങൾക്ക് നന്ദി പറയാനുണ്ട്. ഈ കുടുംബത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ സാക്ഷിയായി ഈ ആൾക്കാരെ ഉയർത്തിയതിന് നമുക്ക് കൈയടിച്ച്